അപ്പോൾ അന്തുവായി നമ്മൾ രണ്ടുപേരും രണ്ട് തലത്തിലാണ്. നിങ്ങൾ വർക്കായിട്ടും ഞാൻ പിന്നെ എൻ്റെ ബിസിനസ്സോ ആയിട്ടൊക്കെ. അപ്പം പിന്നെ രണ്ടുപേർക്കും നമ്മളതായിട്ടുള്ള വർക്ക് പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്കോ അതോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണെന്നല്ലോ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വഴികളുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. ഓക്കെ, പക്ഷേ സംതിങ് വെരി സിമ്പിൾ വിച്ച് ഐ ഫോളോ. നിങ്ങൾ ആദ്യം എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ എന്താ ചെയ്യുക? ഉണരുമ്പോൾ രാവിലെ ഫോണ് തപ്പ് എവിടെയാണെന്ന് കിടക്കേണ്ട അടുത്തില്ലേ, ഫോൺ എടുക്കും, ഫോൺ നോക്കുക, ഇത് തന്നെയാണ് പരിപാടികൾ ആദ്യം തന്നെ. Then you go, brush your teeth, ഒരു എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ ഒക്കെ മേലെ ബെഡിൽ തന്നെ ആയിരിക്കും. കാരണം ഫോണായിട്ടില്ല, കാരണം നമ്മളെ മെയിൻ പരിപാടികൾ ഇതൊക്കെ ഇതായിട്ട് കുറേ മെസ്സേജുകൾ വരാനുണ്ടാവും, അത് ഉണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കയറിപ്പോവും. എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ ടൈം എടുക്കും. എന്നിട്ടാണ് പിന്നെ ബാത്റൂമിലൊക്കെ പോയി പിന്നെ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളല്ലേ. ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഒരു 5 മിനിറ്റ് ഇഫ് യു ക്യാൻ ഡെഡിക്കേറ്റ് ഫോർ യുവർ സെൽഫ് ഇൻ ദ മോർണിംഗ്, ദാറ്റ് ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്, റൈറ്റ്? അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അതായത് ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന സംഭവം ഞാൻ കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദേ ഓൾ സെഡ് ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്, റൈറ്റ്? രാവിലെ എണീറ്റിട്ട് ഫോൺ എടുക്കുന്നതിന് പകരം ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് യൂണിവേഴ്സിനോ അല്ലെങ്കിൽ ഇഫ് യു ആർ എ ബിലീവർ, നിങ്ങൾ ബിലീവ് ചെയ്യുന്ന എന്തിനാണോ അതിനോ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഓക്കെ, അത് ഇത് യാതൊരുവിധ സയൻറ്റിഫിക് എന്താ പറയുക പ്രൂവണോ ഒന്നുമല്ല, പക്ഷേ ഇറ്റ് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു യുവർ മൈൻഡ്, റൈറ്റ്? നമ്മൾ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് നമ്മൾ എണീറ്റ് ദിവസം തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിരിക്കും. അതാണ് എൻ്റെ അനുഭവം. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുന്നൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ കൊടുക്കാറുണ്ടോ ഗ്രാറ്റിറ്റ്യൂഡ്? ഞാൻ ആദ്യമൊക്കെ കുറച്ചൊക്കെ, പക്ഷേ അതിങ്ങനെ രാവിലെ എണീറ്റിട്ടൊന്നുമല്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ കുറേ വായിച്ചാലും ഇതിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് നമ്മളെ ഒരു പോസിറ്റീവ് ആ ഒരു ലെവലിൽ കുറേ മെഡിറ്റേഷനും ഇതൊക്കെ ആയിട്ട് പോയിരുന്ന അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതും അതെങ്ങനെയൊക്കെയാണെന്നില്ല പിന്നെ കുറേ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീറ്റ പാട് അങ്ങനത്തെ ഒന്നുമില്ല. കിടക്കാൻ നേരത്തെ ആദ്യമൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമായിരുന്നു. പക്ഷേ നിങ്ങളെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ 5 മിനിറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? ചിലപ്പോൾ 5 മിനിറ്റ് പോലും എടുക്കില്ലായിരിക്കും. ഓക്കെ, ചെറിയ നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. അതായത് I say this in my mind, right? I'm grateful that I've got one more day on this earth, right? I'm grateful that I have air to breathe, water to drink, food to eat and shelter to sleep, right? When I'm grateful that I have a stable job and good income. I'm grateful that I've got a good family. I'm grateful that I own my dream vehicles, right? I'm grateful that I am one of the happiest man on this planet, right? അപ്പോൾ ഇങ്ങനെ കുറേ പിന്നെ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ രാവിലെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവർ സിൻസ് ഐ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ദിസ്, രാവിലെ നമ്മൾ ഉണർന്ന് വരുമ്പോൾ തന്നെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആൻഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് വരുന്ന സമയത്ത് രാവിലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. then you start your day with gratitude. എഴുന്നേറ്റ് ഉടനെ തന്നെ രാവിലെ തന്നെ ചെയ്യുന്ന ഫസ്റ്റ് തിങ് യു ഡു ഇൻ യുവർ ഓൺ എനി പർട്ടിക്കുലർ ഡേ ഷുഡ് ബി ദിസ്. ജസ്റ്റ് ട്രൈ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. യാ, ഓക്കെ.